വളരെ ഖേദത്തോടുകൂടി ഞാൻ ഈ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. മറ്റാൾക്കാർ ആര് പറയുന്നതിലും മറ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുന്നേ ഞാൻ തന്നെ എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരോട് ഈ വാർത്ത അറിയിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാം. നമസ്കാരം. ഞാൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തില് 2020 വേണ്ടിയിട്ട് NDA കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് NDA സ്ഥാനാർത്ഥിയായി, തേട്ടൊണ്ടികളെന്നൊക്കെ മറ്റേ കയറി NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വീണ നായർക്കും ലക്ഷ്മി പ്രിയയ്ക്കും സ്വാഗതം. ലക്ഷ്മി പ്രിയയുടെ പേര് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ബിഗ് ബോസിലൊന്നും മറ്റേ ബുള്ളറ്റിൽ കൊണ്ടുപോയി എവിക്ട് ചെയ്ത് കൊണ്ടുപോയതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. അവരെ കണ്ടാൽ എനിക്ക് ആദ്യം അതാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടി മത്സരിക്കാനായിട്ട് അങ്ങോട്ട് നിന്ന് ഏറ്റുമാനൂരിലാണ് നമ്മുടെ വീണ നായർ നിന്നത്, പെരുമ്പാവൂരിലാണ് നമ്മുടെ ലക്ഷ്മി പ്രിയ നിന്നത്. എന്തായാലും ഇപ്പൊ മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെന്നെങ്കിലും നമ്മളൊന്ന് നോക്കണം, അല്ലെങ്കിൽ അമ്മ എടുത്ത് കളയും. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം. അതായത് മൂഞ്ചി എന്നങ്ങ് കൂട്ടിയാൽ മതി. വോട്ടർ ലിസ്റ്റിൽ പോലും പേരില്ലാണ്ടാണ് മത്സരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഇതിന്റെ എയും ബിയും പോലും അറിയത്തില്ല. അങ്ങ് മത്സരിക്കാനായിട്ട് കുറെ പ്രസംഗിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് അവസാനം മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. ആർക്ക് ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ തന്നെ അഖിൽ മാരാർജി വായ്ത്താളം അടിച്ച് തള്ളി അങ്ങ് മറിക്കുക. സ്ഥാനാർത്ഥിയല്ലേ, ജയിക്കണ്ടേ, മിക്കവാറും വോട്ട് കിട്ടും. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണം. എനിക്കറിയാൻ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊന്ന് ഇൻസ്റ്റയിൽ പോയി നോക്കി വെക്കും. കറക്റ്റ് കാര്യം പറഞ്ഞു, സെപ്പറേറ്റ് എടുത്ത് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ലക്ഷ്മി പ്രിയയിലോട്ട് വരുന്നതിന് മുന്നേ നമ്മുടെ വീണ നായർ മത്സരിക്കാനായിട്ട് നിന്ന സമയത്ത് കൊടുക്കുന്ന വായ്ത്താളങ്ങൾ, വാഗ്ദാനം ഒന്നും പറയത്തില്ല, വായ്ത്താളങ്ങൾ അടിച്ച് നിരത്തുന്നുണ്ട്. കണ്ടു നോക്കും ഓരോരുവൻ. നിങ്ങൾ സമയവും കാലമൊക്കെ എടുത്തിരുന്ന് മൊത്തം വീഡിയോ കാണണം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ നമുക്ക് ഒരു ഒന്ന് കണ്ടു പോകാം. നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിലേക്കൊരു ചുവടുമാറ്റത്തിനുള്ള കാരണം എന്താണ്? രാഷ്ട്രീയത്തിൽ മുന്നേ ഞാൻ ഉണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ SFIയുടെ ചെയർപേഴ്സൺ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. കോളേജ് ടൈമിൽ SFIയുടെ ചെയർപേഴ്സൺ ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ഞാനാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ SFI വിട്ടിട്ട് ഇപ്പം നമ്മൾ നേരെ BJPയിലോട്ട് ചാടിയത്. വാവ്. അപ്പൊ തന്നെ നിലപാടുകളുടെ രാജകുമാരിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കുഴപ്പമില്ല. പിന്നെ പാർട്ടിയൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഏത് പാർട്ടിയിൽ എപ്പോ വേണോ ചാടാം, എന്തുവേണം ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തായാലും T20 ടീം ഇവരെയൊക്കെ നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ് ഇതിലോട്ട് വലിച്ചു കയറ്റി എന്ന് പറയുന്നുണ്ട്. അവര് പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ വലിച്ച് കയറ്റി ഇലക്ഷന് നിർത്തിയിട്ട് വിജയിപ്പിച്ച് കൊണ്ടുപോകാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചിന്തിച്ചതാണ്. പക്ഷെ അവിടെ നിന്ന് മൂഞ്ചി, അരി മൂഞ്ചി മണ്ണെണ്ണ മൂഞ്ചി എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ. വോട്ടർ ലിസ്റ്റിൽ പോലും പേരില്ല. അങ്ങനെ ഒന്നും ഇലക്ഷന് നിൽക്കാനും പറ്റാത്ത അവസ്ഥയെ മൊത്തത്തിൽ തേഞ്ഞൊട്ടിയിരിക്കുകയാണ് നമ്മുടെ വീണ നായർ ആൻഡ് ലക്ഷ്മി പ്രിയ. ലക്ഷ്മി പ്രിയെ കാണുമ്പോൾ കോമഡി തന്നെ. ബുള്ളറ്റിൽ എവിക്ട് ചെയ്ത് കൊണ്ടുപോയതാണ് ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന. കൊച്ചി കള്ളി, ഒന്നും പറയാനില്ല. പറ. ഉള്ളിൽ എന്തായാലും രാഷ്ട്രീയം എന്നും ഉണ്ട്. വളരെ നല്ല കാര്യം. ഉള്ളിൽ എന്നും രാഷ്ട്രീയം ഉണ്ടെന്നാണ് നമ്മുടെ വീണ നായർ പറയുന്നത്. നല്ല കാര്യം. എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കുക. എനിക്കാണെങ്കിൽ ഒന്നുമില്ല കേട്ടോ. ഞാൻ സീരിയസ്ലി ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്നാലും കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് വോട്ട് പോലും ഇല്ലായിരുന്നു. അവസ്ഥയാണ്, വല്ലാത്ത അവസ്ഥയാണ്. അത് പോട്ട്. അങ്ങനെ നമ്മളിപ്പോ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ആള് നോക്കിയിട്ട് അങ്ങ് വോട്ടിട്ട് കൊടുക്കും. മനസ്സിലായോ? അതിന് മുന്നത്തേല് നമ്മളുണ്ടായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷനിൽ എന്റെ പേരില്ലായിരുന്നു. വീണ നായരുടെ അതേ അവസ്ഥയായിരുന്നു എന്റെ അവസ്ഥ. പോട്ടെ, അത് വിട്. നമ്മൾ സെയിം പിഞ്ച് അടിച്ച് പോകേണ്ടി വരും. പിന്നെ നിങ്ങൾ ഇലക്ഷന് നിന്നതുകൊണ്ടാണ് തേഞ്ഞൊട്ടിയത്. അത് വിട്, അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും മറ്റേ ഇലക്ഷൻ ആയാലും ഞാൻ ആള് നോക്കിയാണ് വോട്ടിടുന്നത്. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ പാർട്ടിയും കോപ്പൊന്നും നോക്കി ഞാൻ ഇടത്തില്ല. കാരണം ഒരുത്തനെന്നല്ല, ഒരു പാർട്ടിയും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അല്ലാണ്ട് ആളുകളെ നോക്കി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഉള്ള നോക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. അത്രയേ ഉള്ളൂ. നോട്ട അടിച്ചു വിടാൻ തോന്നി അതും അടിച്ചു വിടും. അതിപ്പോ ഇല്ലെന്ന് തോന്നുന്നല്ലേ നോട്ട. എന്തേലും ആവട്ടെ, കോപ്പ്. അപ്പൊ ഇപ്പോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് തേടിയ ഒരു അവസരം വന്നപ്പോ അത് കറക്റ്റ് സമയമാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നി. അതായത് ഇങ്ങോട്ടൊരു അവസരം വന്നപ്പോൾ അതാണ് ഇറ്റ്സ് മൈ റൈറ്റ് ടൈം, ഇറ്റ്സ് മൈ ടൈം എന്നൊക്കെ പറയുന്നത് പോലെ സ്വയമേ തോന്നിയത്. അതായത് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചിക്കിളി തന്നു കാണുമോ, എന്തെങ്കിലുമൊക്കെ തടഞ്ഞു കാണും. എന്തായാലും T20 വിളിച്ച് NDAയിലോട്ട് വിട്ട് അടിപൊളി. അവസാനം അമ്മച്ചിയുടെ മാവും കലം എന്ന് പറയുന്ന പോലെ ആയി മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായത്. ഓക്കെ, എന്തായാലും ഇങ്ങോട്ട് വന്നു അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം ഓഫർ എന്തോ വീണിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയില്ല, കിട്ടാനുള്ളതെങ്കിലും കിട്ടിയില്ല. അതിന് വലിയ കാര്യം. തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇനി കിട്ടിയതോ ഇല്ലതും അറിയില്ല. അപ്പം ഇപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് ടൈമാണ്. ചിലത് പറയത്തില്ലേ, ഒരു സമയം നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല സമയം. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു സമയം വന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പതിയെ ഏറ്റുമാനൂരപ്പന്റെ മണ്ണില് ഭഗവാനെ കണ്ട് തൊഴുത് ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്യാം.
നല്ലതാണ്. ഇതാണ് എൻ്റെ സമയം. എൻ്റെ സമയം എന്താ തെളിഞ്ഞിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മണ്ണിലേക്ക് ചവിട്ടിക്കൊണ്ട് തൊഴുത്തും കൊണ്ട് ഇറങ്ങുന്ന അവസാനം ഭഗവാൻ വേറെ കഴിവിട്ടു. വാവ്, അമേസിങ്. നമ്മള് പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയെങ്കിലും തേഞ്ഞൊട്ടി എന്നേ പറയാനുള്ളൂ. കുഴപ്പമില്ല. കഴിവില്ലാത്ത ഒരു സമൂഹം അംഗീകരിക്കത്തില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ടൈം വെയിറ്റ് ചെയ്യും. ഇനി എന്തായാലും ഒരു 5 വർഷം കാത്തിരിക്കും. അല്ലാണ്ടൊന്നും പറയാനില്ല. ഒരു 5 വർഷം കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്നിട്ട് ഇറ്റ്സ് മൈ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും. എന്തായാലും തള്ളി മൂഞ്ചി ഇപ്പൊ ഇങ്ങനെ നാണം കെട്ടിരിക്കേണ്ട അവസ്ഥ. പരിതാപകരം. നാട് പ്രതിനിധീകരിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു നാട്ടുകാരി എന്നുള്ള നിലയിൽ ഇവിടുത്തെ സാഹചര്യവും പിന്നെ നാട്ടുകാർക്ക് എന്ത് വാഗ്ദാനമാണ് കൊടുക്കാനുള്ളത്? ഇപ്പോൾ ഞാൻ അയ്മനം പഞ്ചായത്തിൽ ഞാൻ കുളശ്ശേരി ജനിച്ച് പരിപ്പിൽ വളർന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇപ്പോൾ എൻ്റെ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ ഞാൻ എല്ലാവരെയും നേരി കാണാൻ പോകുന്നുണ്ട്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പഞ്ചായത്തുകളിലും എല്ലാം, ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ബാക്കിയുള്ള ഗ്രാമപഞ്ചായത്തുകളിലും വാർഡുകളിലും എല്ലാം ഞാൻ നേരിട്ട് ചെന്ന് അവരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പൊ ആദ്യമായിട്ട് വീട്ടിന്റെ പുറത്ത് ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പറഞ്ഞു വെച്ചത്. ഇനി ഇറങ്ങണ്ട, വീട്ടിൽ തന്നെ തിരിച്ചെടുക്കുക, മൂഞ്ചില്ലേ, ഇനി എന്തിനു പോണേ. പിന്നെ ഇവരുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വേണ്ടി നാടിൻ നന്മ ഗന്നായി പൊന്മ ഗന്നായി മുത്താരമ്മ ആ ഒരു സെറ്റപ്പിൽ നിന്ന ആളാണെന്ന് തോന്നും. ചുമ്മാ ഒന്നുമില്ല, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നും മണ്ണും ഇതുവരെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇവരെ പറച്ചിൽ നിന്ന്. എന്തായാലും ഇനി മുതൽ ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിറങ്ങുമല്ലോ, സ്വാഭാവികമായിട്ട് ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങും. പക്ഷെ അവിടെ നിന്നും മൂഞ്ചിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോട്ട്, വിഷമിക്കല്ലേ, നമ്മളില്ലേ നേർക്കല്ല, വിഷമിക്കണ്ട. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. അടുത്ത പ്രാവശ്യം ഇതുപോലെ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. അറ്റ്ലീസ്റ്റ് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെന്നെങ്കിലും നോക്കണം, ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാലെങ്കിലും. ഇതിനകത്ത് വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു ഷുവർട്ടിയാണ് എനിക്ക് പറയാനുള്ളത്. 2020 എന്ന് പറയുന്ന 2020 മോഡൽ കിഴക്കമ്പലം, അത് എന്തുമാത്രം ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു മോഡൽ പദ്ധതി അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ഭക്ഷ്യസുരക്ഷയും സാധാരണ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയും നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള വികസനവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പദ്ധതിയാണ്. ആ പദ്ധതി ഓരോ ഗ്രാമപഞ്ചായത്തിലും നമ്മൾ ആ പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഞങ്ങളുടെ വാഗ്ദാനം. അത് ശരിക്കും നിങ്ങൾ വാഗ്ദാനം എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വാക്ക് ഞാൻ എടുക്കുന്നത്. ശരിക്കും വാഗ്ദാനമല്ല, നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കണം. കാരണം അവരാണ് ശരിക്കും മെയിൻ ആൾക്കാർ, നമ്മുടെ ജനങ്ങളാണ് മെയിൻ ആൾക്കാർ. അവരുടെ നികുതി അടച്ച കാശ് കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. അത് എൻ്റെ നാട്ടിൽ തന്നെ ആയത് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ നാടെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്രയും നാൾ നിന്നെ ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ അല്ലേ എന്ന്. ഞാൻ എവിടെയായിരുന്നോ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞാൻ ആ പ്രവർത്തികൾ, എൻ്റെ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നു. അവിടെയുള്ള കാര്യങ്ങളും അതിനുശേഷം ഞാൻ എവിടെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരുന്നു. ഇപ്പം അതിന് പാർട്ടിയോട് കൂടി ചേർന്ന് 2020 NDAയുടെ ഭാഗമായി ഞാനിപ്പം മത്സരിക്കുന്നു. നമ്മുടെ ചേച്ചി എന്തായാലും മുളയിലെ നുള്ളിക്കളഞ്ഞല്ലോടെ, മോശമായി പോയിട്ടെ. മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കായിരുന്നു. വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ എങ്ങനെയെങ്കിലും എഴുതി ചേർത്തെങ്കിലും കൊടുക്കായിരുന്നു കേട്ടോ. പാവം കേട്ടെ, വലിയ പ്രതീക്ഷയോടെ വന്നതാണ്. ഇതുവരെ വീട്ടിന്റെ വെളി ഇറങ്ങി നാട്ടുകാരെ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നാട്ടുകാരെ കാണാമെന്ന് പറഞ്ഞൊന്ന് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലാത്ത അവസ്ഥ, ആ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി എങ്ങനെ വീട്ടിന്റെ പുറത്തിറങ്ങും? വീണ്ടും നാട്ടുകാർ ചോദിക്കൂലേ, ഞാൻ വോട്ടിടാൻ വേണ്ടി ഇരുന്നത്. വളരെ മോശം, വല്ലാത്ത അവസ്ഥ തന്നെ. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. മൊത്തം ഇരുട്ടാണേ, ആകം മൊത്തം തേഞ്ഞൊട്ടിയല്ലോ. വല്ലാത്ത അവസ്ഥ. നമുക്ക് കുഴപ്പമില്ല, 5 വർഷം കൂടി കാത്തിരിക്കും. അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കരുക്കൾ നീക്കണം, വിട്ടുകൊടുക്കരുത്. പേരെന്തായിരുന്നു? വീണ നായർ. എന്തായാലും ഇതിന് ശേഷം മൂഞ്ചി തുപ്പിയതിന് ശേഷം തേഞ്ഞൊട്ടി പണ്ടാറടങ്ങി അവസ്ഥയ്ക്ക് ശേഷം മീഡിയക്ക് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്നും കാണാം കേട്ടോ. ഇനി പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെയായിരിക്കും സജീവമായിരിക്കും? ഞാനത് മുന്നേ ഇപ്പോൾ പല വന്ന മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും പബ്ലിക്കലി ഞാൻ അനൗൺസ് ചെയ്തതാണ് 2020 NDAയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇനി മുന്നോട്ട് ഇവിടെ ആര് വന്നാലും അവരുടെ കൂടെ പ്രചാരണത്തിന് പറ്റുന്ന സമയത്ത്, അതിപ്പം റോഡ് ഷോസ് പോലെയുള്ളതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി, എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാനുണ്ട്. കുഴപ്പമില്ല, ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ വിഷമം നമുക്കിങ്ങനെ തീർക്കാം, പതുക്കെ തീർക്കാം. അല്ലാണ്ട് വേറെ വഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ എന്തായാലും നമ്മള് കുഴപ്പമില്ല. എന്നെ വോട്ടർ ലിസ്റ്റിൽ പോലും അവന്മാർ ബാൻ കയറ്റിയില്ല, കുഴപ്പമില്ല, നമുക്ക് വിഷമമൊന്നുമില്ല. നമ്മള് ഇനി വരുന്നവരെ കൂട്ടം നമ്മൾ കട്ടക്ക് നിൽക്കും, അത് വേറെ മാറ്റമൊന്നുമില്ല. കട്ടക്ക് തന്നെയാണ്, കട്ടക്ക് എന്നാണ്. ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ ആർക്കും ഉണ്ടാവരുത് കേട്ടോ. വളരെ പരിതാപകരമാ. എന്തായാലും ഒറ്റയ്ക്കായില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. ലക്ഷ്മിപ്രിയയും കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയേനെ. സത്യം, എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് വാങ്ങിച്ചാന്. ഇപ്പൊ 2 പേർക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നില്ല. സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ഇതൊക്കെ ജീവിതത്തിൽ ഓരോരോ പാഠങ്ങളാണ്. നാട്ടുകാരെ പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത നിങ്ങളൊക്കെ ഇപ്പൊ നാട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ ദൈവം പോലും
വേണ്ടെന്ന് വെച്ചു. വേണ്ട കയറ് നീ വീട്ടിൽ തിരിച്ചു കയറി, നീ ഇനി ഇപ്പൊ ഇങ്ങനെ കൊണ്ടടിക്കണ്ട, നീ അകത്ത് തിരിച്ചു കയറാന്ന്. അത് മാത്രമല്ല സംഘടന പങ്കാളിയാകുമ്പോ ഇത്രയും കാലത്തിനിടയിൽ വോട്ട് ചേർത്തില്ല എന്ന് പറയുന്ന വലിയൊരു പോരായ്മ. നിങ്ങൾ കൈരളിയാ അല്ലേ? കണ്ടുപിടിച്ചു. അത് പ്രത്യേകിച്ച് ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, എനിക്ക് അതിനകത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയ വർഷമാണ് ഞാൻ വോട്ട് ചെയ്തത്. അത് എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഞാൻ വോട്ട് ചെയ്താൽ പോരെ, അതിന് മുന്നേ എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്? എനിക്ക് എന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. അപ്പൊ കൊള്ളാല്ല ചേച്ചി, ഇതുവരെ വോട്ട് പോലും ചെയ്തിട്ടില്ല അല്ലേ? വോട്ട് പോലും ചെയ്തിട്ടില്ല, എന്നിട്ടാണ് ഇപ്പൊ നാടിനെ സേവിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ കൈരളി ചോദിച്ച ചോദ്യം കറക്റ്റ് ചോദ്യമാണ്. ചേച്ചി കിടന്നങ്ങ് ഉരുളുക. എന്താ അത് പിന്നെ കൈരളിയാണല്ലേ നിങ്ങൾ? എനിക്ക് വേണം, ഞാൻ വോട്ട് ചെയ്യും. ഇതുവരെ ഒരു വോട്ട് പോലും ചെയ്യാൻ പോവാത്ത, ഇനി പോയിട്ടുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ കിടന്ന് ഉരുളുന്ന ഒരു ചേച്ചി, എന്ത് യോഗ്യത ഉണ്ട് നിങ്ങൾക്ക് മത്സരിക്കാൻ? ദൈവം പോലും വേണ്ട, നീ തിരിച്ച് വീട്ടിൽ തന്നെ കയറി, നീ ആ ഇരുന്നോലെ ഇരുന്നാ മതിയെന്ന് ആ അവസ്ഥയിലായിപ്പോയി. വല്ലാത്ത അവസ്ഥ കേട്ടാ, അവിഞ്ഞ് ചീഞ്ഞ് നാറി അളിഞ്ഞ് ഒന്നും പറയാനില്ല. ഇതുപോലത്തെ ഗതിയോടൊന്നും ആർക്കും വരാതിരിക്കട്ടെ ദൈവമേ. വല്ലാത്ത അവസ്ഥ. പോട്ടെ ചേച്ചി, കഴിവില്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. പോട്ട്. ഇനി ഇതിനു ശേഷം ചേച്ചി ഇൻസ്റ്റയിലും കണ്ട ഒരു ലൈവ് വന്നിട്ടുണ്ട്, അത് കാണാം. പാവം, എന്ത് വിഷമമുണ്ടെന്നറിയാമോ? നിങ്ങൾ ആരും കളിയാക്കല്ല കേട്ടാ, ഇത് മോശമാണ്, ഇങ്ങനെയൊന്നും കളിയാക്കാൻ പാടില്ല. നമസ്കാരം, ഞാൻ വീണയാണ്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2020 NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. വളരെ ഖേദത്തോടുകൂടി ഞാൻ ഈ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. മറ്റാൾക്കാർ ആര് പറയുന്നതിലും മറ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുന്നേ ഞാൻ തന്നെ എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരോട് ഈ വാർത്ത അറിയിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാം വളരെയധികം എന്താ പറയാ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ എത്തിയതും പിന്നെ 2020 ആൾക്കാരെ കാണുന്നതും BJP ആൾക്കാരെ കാണുന്നതുമല്ല. അപ്പോഴാണ് ഞാൻ ഓൾറെഡി എൻ്റെ വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത്. അപ്രൂവൽ ആയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പേര് കൊടുത്ത ഞാൻ കാൻഡിഡേറ്റ് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ഡേറ്റ് 15-ാം തീയതി വരെ ആയിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അത് കറക്റ്റായിട്ട് ഞാൻ അറിയുന്നത് എന്ന് പറയുന്നതായിരിക്കും സത്യം. ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഈ ഒരു സമയം വരെ BLO സ്മിത ചേച്ചി ആയിക്കോട്ടെ, പ്രസന്നകുമാരി ടീച്ചർ ആയിക്കോട്ടെ, ഇതെല്ലാം ചങ്ങനാശ്ശേരിയിലുള്ളവരാണ്. ഇതിനു മുന്നേ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് എന്റെ അഡ്രസ്സിൽ ഒരു ചേഞ്ച് ഒക്കെ സംഭവിച്ചിരുന്നു. അപ്പോ വീണ്ടും ഞാൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ വന്ന കറക്ഷനാണ് പറ്റിപ്പോയത്. ഡിലേ ആണ്, ഡേറ്റിന്റെ ഡിലേ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ 7 ദിവസം എടുക്കും ഇതിന്റെ എൻറോൾ നമ്പറും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, വോട്ടർ ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വരുമ്പോൾ ഏകദേശം 23-ാം തീയതി, അതായത് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, നോമിനേഷൻ കൊടുക്കുന്നത് നമ്മുടെ എല്ലാം തള്ളിപ്പോവാനും എല്ലാ സാധ്യതകൾ ഒത്തിരിയാണ്. ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പം എല്ലാം റെഡി ആവുമായിരിക്കും. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഉറപ്പില്ലാതെ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് നമുക്ക് മത്സരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഇന്നിപ്പോ കളക്ടറിനെ വരെ കണ്ടിട്ടെന്ന് പറയുന്നത്. കളക്ടർ മാത്രമല്ല, ഇലക്ഷന്റെ ഒരു ഹെഡ്, അദ്ദേഹത്തെയും എല്ലാം കണ്ടിട്ടാണ് ഞാനിപ്പോ തിരിച്ചു പോകുന്നത്. ഇപ്പൊ ഏറ്റുമാനൂരിലേക്ക് തന്നെ ഞാൻ പോകുന്നത്. അതിപ്പോ ARO മുതൽ ERO എല്ലാവരും, ഡെപ്യൂട്ടി കളക്ടർ എല്ലാവരെയും കണ്ട് ഇതിന്റെ സാധ്യതകൾ അങ്ങേയറ്റം ഞാൻ പരിശോധിച്ചിരുന്നു. അതൊരിക്കലും പറ്റത്തില്ല എന്നവർ പറഞ്ഞു. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പ്രഷറുകൾ ഉണ്ടാവാം, മറ്റ് പൊളിറ്റിക്കൽ പ്രഷറുകൾ ഉണ്ടാവാം. എന്തായാൽ കൂടെ വേണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്തു തരാൻ പറ്റുന്ന കാര്യമായിരിക്കാം. പക്ഷെ അത് നടന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമവും ഖേദവും ഒക്കെ എനിക്കുണ്ട്. കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് വന്ന ഞാൻ തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുത്ത തീരുമാനം തന്നെ ഞാൻ പറയാം. അപ്പോ എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റുമാനൂരുള്ള എല്ലാവരോടും ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും നിങ്ങൾക്ക് ഒരു വെളിപ്പാടകലെ ഒരു കോളില് ഞാൻ ഉണ്ടാവും. എന്താവശ്യത്തിനും എന്ത് കാര്യത്തിനും എന്നെ സമീപിക്കാം. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി സപ്പോർട്ട് ചെയ്യണം. 2020 NDAയ്ക്കൊപ്പം തന്നെ അല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞാനുണ്ടാവും.
ചേച്ചി ഈ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യമാണ് ഓർമ്മ വന്നത്. അതായത് ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചാൽ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ തന്നിട്ട് പോയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിയോ വിളി, വേറെ ഒരു ഫ്രണ്ടും ഉണ്ട്, അവനും വിളിയോ വിളി, അനക്കമില്ല. ചുമ്മാ പട്ടി ഷോ കാണിക്കാൻ വന്നതാണ്. അതുപോലെയാണ് അവൻ ഒരു പൊതുപ്രവർത്തകനായിരുന്നു കേട്ടാ, അത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അതുപോലത്തെ അവസ്ഥയാണ് ഈ അവസ്ഥ. എന്തായാലും ചേച്ചിക്കൊന്ന് പൊട്ടി കരഞ്ഞൂടെ? നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ BP ഒക്കെ നോർമലാവും, ഹെൽത്ത് ഒക്കെ ഓക്കെ ആവും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ കരഞ്ഞങ്ങ് തീർക്കുക, പിന്നെ പ്രശ്നമില്ല. നെക്സ്റ്റ് പേഷ്യൻ പ്ലീസ്. ആരാണ്? നമ്മുടെ ലക്ഷ്മി പ്രിയയുടെ തള്ളു കാണാം. പെരുമ്പാവൂരിൽ 2020 സ്ഥാനാർത്ഥി നടി ലക്ഷ്മി പ്രിയയാണ്. ലക്ഷ്മി ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. അപ്പോൾ എത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലാണ് പെരുമ്പാവൂരിലേക്ക് ഇനി എത്തുകയാണ് അല്ലെ? അതെ, 100% ആത്മവിശ്വാസമുണ്ട്. പെരുമ്പാവൂർ എന്ന് പറയുന്നത് എന്റെ തൊട്ട അയൽപക്കത്തുള്ള സ്ഥലമാണ്. പെരുമ്പാവൂരത്തെ ഓൾമോസ്റ്റ് പ്രശ്നങ്ങളും എനിക്കറിയാം. നിരന്തരം കണ്ടുകൊണ്ടും സംവദിച്ചുകൊണ്ടും ഇരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു തൃപ്പൂണിത്തുറയിൽ അല്ലാന്നൊരു തോന്നലില്ല. അതേപോലെ തന്നെയാണ് എനിക്ക് ഒരു കാര്യമായി കഴിഞ്ഞു. അതെ, മനസ്സുകൊണ്ട്. അതിൽ തന്നെ ഇപ്പോ BJPയുടെ വേദിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ BJP സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് വരുമെന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും കരുതിയിരുന്നത്. ഇത് പെട്ടെന്നൊരു മാറ്റം. അതായത് BJP വിളിക്കുന്ന സമയത്തൊക്കെ മകള് ചെറുതായതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാതിരുന്നത്. തന്നെ അതിന്റെ ഒരു സമയമായിട്ടില്ല. നമുക്കും ഒരു പരുവപ്പെടൽ എന്ന് പറയുന്ന പഠിക്കാൻ, വെറുതെ ചാടി ചെന്നിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഒരാളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കത് തരാനായിട്ട് അവർക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളിലും ഉണ്ടാവണം. അതെ ആ മുഖത്തുള്ള ഒരു ബൾബ് കത്തിക്കുന്ന പ്രസന്നത കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് അപമാനിച്ച? ഒന്നുമില്ലെങ്കിൽ വെറുതെ എങ്കിലും പിടിച്ചെടുത്തത് മോശമായി പോയി. അവസ്ഥ ലൈറ്റൊക്കെ എത്തിക്കണേ. എനിക്കല്ലെങ്കിൽ ഇവരെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. എനിക്ക് ബുള്ളറ്റ് കൊണ്ടുപോയാണ് ഓർമ്മ വരുന്നത്. ഒന്നാമതിപ്പോ ഇടയ്ക്ക് മറ്റേ വോയിസ് റെക്കോർഡൊക്കെ, തെറിവിളിയൊക്കെ വോയിസ് റെക്കോർഡ് അമ്മ പ്രോഗ്രാമൊക്കെ ബന്ധപ്പെട്ട് തെറിവിളിയൊക്കെ കേട്ട് കയറി പോയിട്ട് ആ വഴിക്ക് നിൽക്കും വേണം അടുത്ത് വീണ്ടും കയറി പോകുന്നു. ഇറങ്ങാൻ സമ്മതിക്കില്ലല്ലേ പാവം. ഇനി ലാലേട്ടനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നതാണ്. ഏതിന്? ഓട്ടോ ഇടിക്കാനായിട്ട്. കേട്ടോ, പ്രധാനപ്പെട്ട നടന്മാരും നടിമാരും ഒക്കെ വരില്ലേ പ്രചാരണത്തിന് എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഞെട്ടലായിരിക്കും. ആരുടെ പറഞ്ഞിട്ടില്ല. ലക്ഷ്മി 2020 എന്നൊക്കെ ചർച്ചയായിരിക്കും അല്ലേ? ലക്ഷ്മി 2020 ഉണ്ടെന്ന് 24 കണ്ടു എന്നായിരിക്കും ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രചരണത്തിന് എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ പറയാ, പിന്നെ നമ്മൾ ലാലേട്ടനും ജയറാമേട്ടനും എന്താ പറയാ, മമ്മൂക്കയും സിദ്ദിഖയും ദിലീപേട്ടനും ഒക്കെ വരണം എന്നാണ് എന്റെ ആഗ്രഹം. ആഗ്രഹം കൊള്ളാം മോളെ. അതിമോഹമാണ്, അതിമോഹം വേണ്ടായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ അതിമോഹം വെച്ചിട്ടായിരിക്കും അവര് പിടിച്ചറിഞ്ഞു ഇവിടെ എങ്ങനെയെങ്കിലും പുറത്താക്കും അവസ്ഥ. എന്തൊക്കെയായിരുന്നു സ്വപ്നം. അമ്മയിലൊക്കെ ഉള്ളതുകൊണ്ട്, സംഘടനയിലൊക്കെ ഉള്ളതുകൊണ്ട് ലാലേട്ടനെ മമ്മൂക്കയൊക്കെ വന്ന് ഇപ്പം പ്രൊമോട്ട് ചെയ്ത് വിടുമെന്ന് വിചാരിച്ചാണ്. വാഴ്ക്കൈ പോകുതേ മൂഞ്ചിയേ മൂഞ്ചി 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 പോകുതേ. ഇതിനുശേഷം ഫേസ്ബുക്കിൽ ലൈവ് കാണാം. നമസ്കാരം. ഞാൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തില് 2020 വേണ്ടിയിട്ട് NDA കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ മത്സരത്തിൽ നിന്നും ഇപ്പോ ഞാൻ ഔദ്യോഗികമായിട്ട് പിന്മാറുന്ന വിവരം എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. കാരണം പല ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും, ഞാൻ വോട്ടില്ലാത്ത ആളാണോ, വോട്ട് പിന്നെ ഇതുവരെ ചെയ്യാത്ത ആളാണോ, ഇങ്ങനെയുള്ള ഒരാളാണോ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വോട്ടില്ല എന്നത് ശരിയാണ്. കാരണം അത് പിന്നെ ഒരു അഡ്രസ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. 18 വയസ്സ് പൂർത്തിയായ കാലം മുതൽ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് വരെ തൃക്കാക്കരയിൽ വോട്ട് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ഇനിയുള്ള അങ്ങോട്ടുള്ള കാലവും ചേച്ചി വോട്ട് ചെയ്തോണ്ടിരുന്നാൽ മതി, മത്സരിക്കാൻ നിൽക്കണ്ട. അപ്പൊ ഞാൻ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, ചേച്ചി ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്മാറുകയാണെന്ന്. പിന്മാറിയതല്ല, മാറ്റിയത്. അങ്ങനെ പറ, അല്ലാണ്ട് പിന്നെ തള്ളി മറിക്കുമായിരുന്നു. എനിക്ക് ആദ്യത്തെ 24 തള്ളു കേട്ടപ്പോഴേ തോന്നി പടക്ക ഗദ ബുധയാവുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. എന്തുവാ ചേച്ചി നോക്കിയും കണ്ടൊക്കെ നിൽക്കണ്ടേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യട്ടെ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു സുഖം. നമ്മളെ സുഖം നമ്മൾ നോക്കിയാൽ പോരെ. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.